ഹലോ മക്കളെ, അപ്പൊ എല്ലാവർക്കും എജുപോർട്ടിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ അങ്ങനെ കീറി മുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ 5ാമത്തെ കഷ്ണമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, എല്ലാവരും പഠിക്കാൻ ഇഷ്ടപ്പെടുന്നതും എന്നാൽ പല സമയത്തും കൺഫ്യൂഷൻ ആയിട്ട് മാർക്ക് പോകുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് പീരീഡും ഗ്രൂപ്പും ബ്ലോക്കും ഐഡന്റിഫൈ ചെയ്യുക, അഥവാ പീരീഡും ഗ്രൂപ്പും ബ്ലോക്കും നിർണ്ണയിക്കുക എന്നുള്ളത്. ഓക്കെ, പുതുതായിട്ടാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നതെങ്കിൽ ഒറ്റ അടിക്ക് അത് മനസ്സിലാക്കാനുള്ള ട്രിക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വേഗം ശ്രദ്ധിച്ചോളുക. ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാതുകളും മനസ്സുകളും കൂർപ്പിച്ചിരിക്കുക. നേരെ നമുക്ക് വീഡിയോസിലേക്ക് പോവാം. ഇതാ ഇവിടെ ഒരു സാധനം തന്നിട്ടുണ്ട്. ഇതിന്റെ അകത്ത് നിന്ന് നിങ്ങളോട് പീരീഡും ബ്ലോക്കും ഗ്രൂപ്പും കണ്ടെത്താൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. ഇതിൽ ലാസ്റ്റ് വരുന്ന ആളെങ്ങ് എടുക്കുക. ഇതാരാണ് മക്കളെ? 3s2. അത് ഒന്ന് വലുതാക്കിയതാണ് നമ്മുടെ 3s2. ശരിയല്ലേ? അപ്പൊ ഇതിന്റെ പീരീഡ് ഏതാ, ഇതിന്റെ പീരീഡ് ഏതാ, ഇതിന്റെ ബ്ലോക്ക് ഏതാ, ഇതിന്റെ ഗ്രൂപ്പ് ഏത് എന്നുള്ളത് നമ്മൾ എഴുതാൻ പോവുകയാണ്. ഇത് മാത്രം മതി. അതിലാദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാ, ഇത് പീരീഡ് ആയിരിക്കും. അപ്പൊ ഇതാരാ സാറേ? ഇത് ബ്ലോക്ക് ആയിരിക്കും. ഇതാരാണ്? ഗ്രൂപ്പ് ആയിരിക്കും. ഓർക്കുക, പബ്ജി 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 എടോ, ഒന്ന് ഓർക്കുക. ഇനി ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ബ്ലോക്ക് ആണ്. ഓക്കെ, ബ്ലോക്ക് എഴുതു, എസ് എഴുതി, എസ് ബ്ലോക്ക്. ശരി. ഇനി പീരീഡ് എഴുതു. പീരീഡ് ഏതാ? 3. ഇനി ഗ്രൂപ്പ് എഴുതു 2. അപ്പൊ നിങ്ങൾ ചോദിച്ചല്ല സാറേ, എന്തിനാ നേരെ പീരീഡ് അങ്ങ് എഴുതിയാ പോരെ? മക്കളെ, ബ്ലോക്കിനനുസരിച്ച് ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത് ഏത് ബ്ലോക്കാ? എസ് ബ്ലോക്ക് അല്ലേ? എസ് ബ്ലോക്ക് എഴുതാൻ സ്വതവേ എളുപ്പമാണ്. കാരണം ഇതിന്റെ അകത്തുള്ളത് നേരെ അങ്ങോട്ട് എഴുതിയാൽ മതി. ഇവിടെ പീരീഡ്, ഇവിടെ ബ്ലോക്ക്, ഇവിടെ ഗ്രൂപ്പ്. സെറ്റ് ആണല്ലോ മക്കളെ? സെറ്റ് ആണല്ലോ. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ വേറൊരു ടൈപ്പാണ്. ഇത് എസ് ബ്ലോക്ക് ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നേരെ അങ്ങ് എഴുതിയാൽ മതി. അടുത്തത് നമ്മളൊന്ന് എഴുതാൻ പോകണേ. ഇതാ പിടിച്ചോ. ഇതിന്റെ ലാസ്റ്റ് ആരാളുള്ളത്? 3p1 അല്ലെ? അപ്പൊ ഇതിന്റെ പീരീഡ് നമ്മൾ എഴുതുന്നു, ബ്ലോക്ക് എഴുതുന്നു, ഗ്രൂപ്പ് എഴുതുന്നു. ശരിയല്ല മക്കളെ? അപ്പൊ ഇതിന്റെ ബ്ലോക്ക് ഏതാ മക്കളെ? പി. ശരി സാർ, ശരി ശരി അല്ലെ? പീരീഡ് എത്രയാ? 3. ശരി സാറേ. എന്നാ പിന്നെ ഗ്രൂപ്പ് 1 എന്ന് എഴുതിയ പോരെ? എടാ, ഗ്രൂപ്പ് 1 എന്ന് എഴുതാൻ പാടില്ല. ഗ്രൂപ്പ് എത്രയാ വരികയെന്നറിയോ? 12 + 1 13. അതെന്ത് വർത്താനാ സാറേ? മക്കളെ, പി ബ്ലോക്ക് വരുന്ന സമയത്ത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. എസ് ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു, നേരെ നമ്പർ മാത്രം എഴുതിയാൽ മതി. എന്നാൽ പി ബ്ലോക്ക് വരുന്ന സമയത്ത് ഗ്രൂപ്പിനോട് കൂടി 12 ചേർക്കണം. ടെക്സ്റ്റ് ബുക്ക് 10 ചേർക്കാനാണ് പറയുന്നത്. കാരണം അവസാനത്തെ 2 സബ്ഷെല്ലുകൾ ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്. ഇതാ ഇവിടെ ഈ 2ഉം ഇവിടെ 3ഉം അല്ലെ? അതിനോട് 10 കൂട്ടിയാൽ നമുക്ക് 13 കിട്ടും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അവസാനത്തെ ഒരു സബ്ഷെല്ലാണ്, അതിനോട് 12 ചേർക്കുക. അപ്പോൾ എന്താണ്? ആ 12 + 1 13. മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക, പി ബ്ലോക്ക് വന്നാൽ ഗ്രൂപ്പിനോട് കൂടി 12 ചേർക്കണം അല്ലെ? അല്ലെങ്കിൽ ഗ്രൂപ്പിനോട് കൂടി 10 ചേർക്കണം. ഇഷ്ടമുള്ളത് എടുക്കാം. അവസാനത്തെ 2 എടുത്തിട്ട് 10 ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ അവസാനത്തെ ഒരു സബ്ഷെൽ എടുത്ത് അതിനോട് 12 ചേർത്താൽ മതി. ഇഷ്ടമുള്ളത് ഒന്നെടുക്കാം. ഓക്കെ, അപ്പോ പ്രത്യേകം മനസ്സിലാക്കുക, ബ്ലോക്ക് പി ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുകിൽ 10 കൂട്ടുക, അല്ലെങ്കിൽ 12 കൂട്ടുക. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ എസ് ബ്ലോക്കിൽ നിന്ന് പി ബ്ലോക്കിലുള്ള വ്യത്യാസം എന്താ? ഗ്രൂപ്പിനോട് കൂടി ചില കളികളൊക്കെ കളിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു മക്കളെ. അടുത്ത ചോദ്യം. അപ്പൊ എസ് ബ്ലോക്ക് പഠിച്ചു, പി ബ്ലോക്ക് പഠിച്ചു. ഇനി ഡി ആണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കി, ഇങ്ങനെ പോയി 3D കണ്ടു സാറേ. 3D കണ്ടാൽ ഇവനെ മാത്രം എടുക്കരുത്, കൂട്ടത്തിൽ ഫോറസിനെ കൂടി എടുക്കണം അല്ലെ? ഈ 3Dയും ഫോറസും എന്താണ്? ഭാര്യ ഭർത്താക്കം പോരാ. 3D എവിടെ ഉണ്ടോ ഫോറസ് ഉണ്ട്, ഫോറസ് എവിടെ ഉണ്ടോ 3D ഉണ്ട്. അപ്പൊ ഒരുമിച്ച് എടുക്കണം കേട്ടോ. 3D മാത്രമായിട്ട് എടുക്കരുത്, ഫോറസ് കൂടി എടുക്കുക. സോ 3D 1 ആൻഡ് ഫോറസ് 2 ഒരുമിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സാറേ ഇതിൽ പീരീഡ് ഏത്, ബ്ലോക്ക് ഏത്, ഗ്രൂപ്പ് ഏത്? ഇതാണ് നമ്മൾ ചോദ്യം. ആദ്യം നിങ്ങൾ ഗ്രൂപ്പ് ചാമ്പിക്കോളി. അല്ല സാറേ, ഇവിടെ ഡിയും ഉണ്ട്, എസും ഉണ്ട്. നമ്മളിപ്പോ ഏത് എഴുതുക? ഏറ്റവും കൂടുതൽ എനർജി ഉള്ള ആൾക്കാർ എഴുതിക്കോളി. എസിനാണോ ഡിക്കാണോ ഏറ്റവും കൂടുതൽ എനർജി? സംശയം എന്താ? ഡി. ഓക്കെ, എഴുതി. ഇനി അടുത്ത ചോദ്യം. അല്ല സാറേ, പീരീഡ് എന്ന് പറയുമ്പോ ഇതല്ലേ പബ്ജി അല്ലെ? പീരീഡ് എന്ന് പറയുമ്പോൾ ഇവിടെ 3ഉം ഉണ്ട് 4ഉം ഉണ്ട് അല്ലെ? ഇതിലിപ്പോ ഏത് എടുക്കുക? എടാ, ഏറ്റവും വലുത് എടുക്കടാ, 4. റെഡി? ഇനി ഗ്രൂപ്പ് സാറേ, ഗ്രൂപ്പ് പറയുമ്പോൾ ഇതിന്റെ മോളിലാണല്ലോ. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ആരെ എടുക്കുക? ആ 2 കൂടി അങ്ങോട്ട് കൂട്ടിക്കോളി. 1 2 കൂടി കൂട്ടിയാൽ 3. പരിപാടി ഇരുന്ന്. അപ്പോ 4ാമത്തെ പീരീഡിലെ
മൂന്നാമത്തെ ഗ്രൂപ്പിലാണ് ആര് വരുന്നത്? ഇയാൾ വരുന്നത്. കൃത്യമായിട്ട് പഠിച്ചല്ലോ മക്കളെ. എസ് ബ്ലോക്ക് കണ്ടെത്തിയ പോലെയല്ല പി ബ്ലോക്ക് കണ്ടെത്തിയ പോലെയല്ല ഡി ബ്ലോക്ക്. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തിലുള്ള ഇനിയുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത കുറവാണ്. കാരണം അത് നിങ്ങൾ എജുപോർട്ട് കണ്ടിട്ടാണ് പഠിച്ചത്. നിങ്ങളെ പഠിപ്പിച്ച സാറിന്റെ പേര് റിജു സാർ എന്നാണ്. അതും കൂടി മനസ്സിലാക്കുക. ഓക്കെ, റെഡി? അപ്പൊ ഏതായാലും ശരി മക്കളെ, ഇനിയും നമുക്ക് ഒരുപാട് എക്സാംസുകൾ ഇങ്ങനെയുള്ള അടിപൊളിയായിട്ട് എഴുതാനുണ്ട്. രസകരമായിട്ട് പഠിക്കണം കേട്ടോ, രസകരമാക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, കൂടുതൽ മനസ്സിന് എന്ത് ചെയ്യുക. ശരിക്കും പഠനം എന്ന് പറയുന്നത് ഒരു രസകരമായ സംഗതിയാണ്. നിങ്ങൾ ആസ്വദിച്ച് ചെയ്യണം. ആസ്വദിക്കാത്തൊരു പഠനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാതീതമല്ല, കാലത്തിനെ അതിജീവിക്കൂല കേട്ടോ. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആസ്വദിച്ച് പഠിക്കണം. ഇങ്ങനെ നിങ്ങളെ പഠിപ്പിക്കാൻ അപ്പൊ നിങ്ങൾ ചോദിക്കാമല്ലോ സാറേ ഇതിനൊക്കെ കുറെ സമയം വേണ്ടേ? അങ്ങനെ സമയം വേണ്ട. കാരണം എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇനി നമ്മുടെ മുമ്പിലുള്ളത് മോഡൽ എക്സാം ഉണ്ട്, അതുകൊണ്ട് തന്നെ ചില യൂണിറ്റ് ടെസ്റ്റുകളുണ്ട്, SSLC എക്സാം ഉണ്ട്. ഇപ്പൊ കുറഞ്ഞ സമയമുള്ളൂ, അടുത്ത ജനുവരിയോട് കൂടി പരിപാടിയൊക്കെ തീർത്തു അല്ലെ. അപ്പൊ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതാ എജുപോർട്ട് എന്താണ് പ്രൗഡ്ലി പ്രസൻസ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് അല്ലെ. അതായത് കേരളത്തിലെ തന്നെ അടിപൊളി ടീച്ചേഴ്സ്, അടിപൊളി മെന്റേഴ്സ്, അടിപൊളി മെറ്റീരിയൽസ്, അടിപൊളി അഡാപ്റ്റ് ക്വസ്റ്റ്യൻസുകൾ, അങ്ങനെ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ മാർക്ക് വാങ്ങാനുള്ള മുഴുവൻ സെറ്റപ്പുമായിട്ട് ഫാസ്റ്റ് ട്രാക്ക് വെച്ചിരുന്നുണ്ട്. 2999 രൂപയുള്ളൂ. എപ്പോൾ മാത്രം? നിങ്ങൾ ഓഗസ്റ്റ് 26 മുമ്പേ രജിസ്റ്റർ ചെയ്യണം അല്ലേ. സാറേ ഈ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ പൈസയും കൂടെ എടുക്കണോ? എടാ വേണ്ടടാവേ. നിങ്ങൾ രജിസ്ട്രേഷൻ നൗ പേ ലേറ്റർ. പൈസ പിന്നീട് തന്നാൽ മതി. ഓണൊക്കെ നിങ്ങൾ ആഘോഷിക്കുക, ഓണൊക്കെ അടിച്ചു പൊളിക്കുക, എന്നിട്ട് പതുക്കെ നമുക്ക് എന്ത് ചെയ്യാം, പൈസ അടച്ചു തുടങ്ങാം. ഇപ്പൊ രജിസ്ട്രേഷൻ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, 26-ാം തീയതി നട്ടപ്പാരയ്ക്ക് 12 മണി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. 1000 2000 ഒക്കെ കൂടും. അതുകൊണ്ട് രജിസ്റ്റർ നൗ. ഓക്കെ, താഴത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വേഗം തന്നെ രജിസ്റ്റർ ചെയ്യുക. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാം ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യുക. എജുപോർട്ട് ഫാമിലിയിലേക്ക് കയറി വരിക. ഫുൾ മാർക്ക് വാങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈവുകളൊക്കെ ഉണ്ട്. ലൈവുകളിലേക്ക് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ട്രിക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരെയും ഒക്കെ നമ്മൾ ഇന്നത്തെ ലൈവിലേക്ക് കൊണ്ടുവരിക. വീണ്ടും കാണാം മക്കളെ. ഗുഡ് ബൈ.